സംസ്ഥാന ബജറ്റിൽ ഭൂനികുതി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി ആഗസ്തി അഴകത്ത് സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. വർദ്ധിപ്പിച്ച ഭൂനികുതി ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിവരുന്ന റവന്യൂ ഓഫീസ് ഉപരോധ സമരത്തിന്റെ ഭാഗമായാണ് കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ആഗസ്തി അഴകത്ത് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചിരിക്കുക. അതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് അധ്യക്ഷനും സ്വാഗത പ്രസംഗനോട് പ്രതിപാദിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യം രണ്ട് കൊള്ള സങ്കേതങ്ങളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുക. ഡൽഹിയിലെ ഒരു മോദി സർക്കാരും ഇവിടെ ഒരു പിണറായി സർക്കാരും. ഈ രണ്ട് സർക്കാരുകൾ ജനങ്ങളുടെ ക്ഷേമങ്ങളെപ്പറ്റി ചിന്തിക്കാതെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപറ്റം ആളുകളെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത നാളിൽ കേന്ദ്രത്തിൽ ഒരു ബഡ്ജറ്റ് നടന്നു, സംസ്ഥാനത്തൊരു ബഡ്ജറ്റ് നടന്നു. രണ്ട് വലിയ സദ്യകൾ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നടത്തിയിട്ടിരിക്കുക. സദ്യ നടത്തുക എന്ന് പറയുമ്പോൾ അത് സദ്യയ്ക്ക് ക്ഷണിക്കപ്പെടുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കും, തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ സദ്യവട്ടങ്ങളെ നോക്കിക്കാണുകയും അവിടെ എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നത്. DCC ജനറൽ സെക്രട്ടറി MK പുരുഷോത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി. PD ശോശാമ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിനോയ് വർക്കി, സോയിമോൻ സണ്ണി, മാത്യു തായങ്കരി, ഐസൻ ജിത്ത്, അപ്പച്ചൻ എർത്തേൽ, ടോമി താണോലി എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് ചെറുതോണി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ, എന്തോ നേലക്കാട്, നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീൻ്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.